എല്ലാം ശരിയാവെന്ന് പറയാൻ തന്നെ ഒരു മടി തോന്നുക. എന്നാ എല്ലാം ശരിയായി കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അമ്മ പ്രാർത്ഥിക്കടാ, നെഞ്ചുരുകി പ്രാർത്ഥിക്കാം. അമ്മ പ്രാർത്ഥിച്ചോളൂ. ഗാഥ മാഡം ഇടയ്ക്കിടയ്ക്ക് കളരിക്കലേക്ക് പോകുന്നു. അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു വരുന്നു. ഇവിടെ വന്ന് വെറുതെ വാശിയും കാണിക്കുന്നു. പക്ഷേ അതിനിടയിൽ എപ്പോഴെങ്കിലും സിത്താര മാമിന്റെ മനസ്സ് കാണാൻ ഗാഥ മാഡം ശ്രമിച്ചിട്ടുണ്ടോ? ഈ അമ്മ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ വിഷമിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഐ ലവ് യു മമ്മി എന്ന് പറയാനും ചേർത്ത് പിടിക്കാനും ഉമ്മ കൊടുക്കാനും ആർക്കും പറ്റും. പക്ഷേ അതിനപ്പുറം മാഡം സ്വന്തം അമ്മയുടെ മനസ്സും കൂടി ഒന്ന് കാണണം. മമ്മി, എന്നോട് എന്തെങ്കിലും ഒന്ന് പറ മമ്മി. എന്നെ കുറച്ച് വഴക്കെങ്കിലും ഒന്ന് പറ മമ്മി, പ്ലീസ്. വേണ്ട മോളെ, നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാനും അത് അംഗീകരിച്ചു തുടങ്ങി. ഇതെന്റെ വിധിയാ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ മകളിൽ നിന്നും ഇത്രയും വേദന അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ വേദന. മമ്മി, കണക്ക് പറച്ചിലൊന്നുമില്ല, അതിനെനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒന്നിനും അർഹതയില്ലാത്തവളായി പോയി നിന്റെ മമ്മി. എന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ വിളിക്കും, ആരെയും എന്തും വിളിക്കും. ഇതിനേക്കാളും വലിയ വീടേ എനിക്കുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. അല്ലാതെ കളരിക്കൽ കുടുംബത്തിന്റെ വലിപ്പം അറിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ അന്തി ഉറങ്ങാൻ വേണ്ടി വിചാരിച്ച് വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ. നവീൻ, ബൈ, ഗുഡ് ബൈ. മോനെ, എന്താ അമ്മേ? അമ്മയ്ക്ക് പേടിയായോ? എന്തിനാ? ഞാൻ എന്തെങ്കിലും ചെയ്താലെന്ന് കരുതിയിട്ട്. പിന്നെന്താ, ഞാൻ മദ്യപിക്കുന്നു തോന്നിയോ? അങ്ങനെ പേടിച്ചു. മദ്യപിച്ചതുകൊണ്ടൊന്നും എൻ്റെ മനസ്സിലെ വിഷമം മാറില്ലമ്മേ. സ്വബോധത്തിലാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കരുതിക്കുട്ടി മിണ്ടാതിരിക്കാം. ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ. എന്താ അമ്മേ പറയാനുള്ളത്? ഒരു വിവാഹ വാർഷികം കടന്നുപോയി, 1 വർഷം. ഇതിനിടയിൽ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഞാൻ സന്തോഷിച്ചിട്ടുണ്ടാവും നോക്കിയാൽ ഒരുപാടൊന്നും ഉണ്ടാവത്തില്ല. വല്ലപ്പോഴൊക്കെ ദൈവത്തിന് പോലും തെറ്റിക്കിട്ടിയ കുറച്ച് നിമിഷങ്ങൾ. കളരിക്കലെ കുട്ടി വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് നാട്ടുകാർക്ക് പരാതി. എന്താ നവീൻ്റെ കല്യാണം നടത്താത്തതെന്ന് ബന്ധുക്കളുടെ ചോദ്യം. പിന്നെ പാരമ്പര്യം നിലനിർത്താൻ ആളില്ലാതെ പോയാലോ എന്ന് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ശങ്ക. എൻ്റെ വിവാഹത്തിൻ്റെ കാരണങ്ങളതൊക്കെ. കാരണങ്ങളൊക്കെ സ്ട്രോങ്ങാ. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് കിട്ടിയ ഫലം നത്തിങ്. അമ്മേ, നേട്ടങ്ങളിൽ സന്തോഷിക്കുകയും വീഴ്ചകളിൽ നിന്ന് കൂടുതൽ പവറോടുകൂടി തിരിച്ചു വരാൻ പഠിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അതൊക്കെ പെങ്ങ മാറി. ഇപ്പോൾ നവീനെ ആർക്കും വിഷമിപ്പിക്കാം, ആർക്കും തോപ്പിക്കാം, അല്ലേ അമ്മേ? മോനിങ്ങനൊന്നും പറയാതെ. കേട്ട് നിൽക്കാൻ തന്നെ എനിക്ക് സങ്കടം. എല്ലാം ശരിയാവെന്ന് പറയാൻ തന്നെ ഒരു മടി തോന്നുക. എന്നാ
എല്ലാം ശരിയായി കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അമ്മ പ്രാർത്ഥിക്കടാ, നെഞ്ചുരുകി പ്രാർത്ഥിക്കാം. അമ്മ പ്രാർത്ഥിച്ചോളൂ. വ്രതം നോക്കുകയോ വഴിപാട് നേരമൊന്നും വേണ്ട. രണ്ടും നഷ്ടമാ. എനിക്കിനി ഈ ജന്മത്ത് സമാധാനം ഉണ്ടാവില്ല അമ്മ. എന്റെ ദൈവമേ, അങ്ങിത് കാണുന്നില്ലേ? എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇത്രയും സങ്കടമൊക്കെ എന്റെ മോന് കൊടുത്തിരിക്കുന്നത്? ഒന്ന് തണുപ്പിച്ചൂടെ അവന്റെ മനസ്സ്? നിർമ്മലേ, ഇവിടുന്ന് ഇറങ്ങിപ്പോയവള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണ്ടേ? ചത്താ മരണം പറയാൻ വിളിക്കുമല്ലോ, അപ്പൊ അറിഞ്ഞാ പോരെ. എന്നാലും എന്താണ് അവളുടെ നിലപാട്, എന്താണ് അവളുടെ മമ്മിയുടെ നിലപാടെന്ന് നമ്മളും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? എന്തായാലും എനിക്ക് സിത്താരയെ വിളിക്കാൻ പറ്റില്ല. എന്റെ വിളി ചെന്ന് കഴിഞ്ഞാൽ തന്നെ സിത്താരയ്ക്ക് കാര്യം മനസ്സിലാവും. ദാ ഇവിടെ നിൽക്കല്ലേ. ഇപ്പൊ ഗാഥയുടെ ഏറ്റവും വലിയ വേണ്ടപ്പെട്ട കൂട്ടുകാരി ഇവളല്ലേ. വിളിക്കടി അങ്ങോട്ട്. വിളിക്കടി. വിളിക്കണം. അമ്മേ, ദേ ഗാഥയെ വിളിക്കുന്നേ. തല്ലിക്കൊന്നാലും പാണ്ടിലോറി കയറിയാലും ഇവളൊന്നും ചാവത്തില്ല. നീ കോൾ അറ്റൻഡ് ചെയ്തേ. സ്പീക്കറിലൊന്നിട്ടെ, എനിക്കത് കേൾക്കണം. ഹലോ ഹലോ കീർത്തി, അവിടെ എന്താ അവസ്ഥ? ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാകാതെ. മുത്തശ്ശി ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ല. ശേ, അതിന് നെറ്റിയൊന്നും പൊട്ടിയതല്ലേ ഉള്ളൂ. മുത്തശ്ശിക്ക് അല്ലെങ്കിൽ തന്നെ സുഖമില്ലാത്തതല്ലേ. തലയിടിച്ച് വീണതുകൊണ്ട് തലയൊട്ടിക്ക് എന്തോ ക്ഷതം പറ്റിയിട്ടുണ്ടെന്ന് സംശയമാണെന്നാ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശിയുടെ കാര്യം ചിലപ്പോ... എന്തൊക്കെ നീ പറയുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് എന്തേലും സംഭവിച്ചാ എന്നെയല്ലേ എല്ലാവരും കുറ്റം പറയുള്ളൂ. ഗാതെ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടെ നവീനായാലും അമ്മാവനായാലും എല്ലാവരും ഭയങ്കര ദേഷ്യത്തില. എന്തിന്? സുമിത്രാമായി പോലും ഇനി ഗാഥയെ കണ്ട പ്രശ്നമാണ്. മുത്തശ്ശിയെ പിടിച്ച് തള്ളിയതാ പ്രശ്നമായത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. കീർത്തി, അതിന് ആ തള്ളയല്ലേ കുറച്ചുകൊണ്ട് ആദ്യം ചാടി വീണത്. നീ കണ്ടതല്ലേ അത്? എനിക്കിനി അങ്ങോട്ട് വരാൻ ഒട്ടും പറ്റില്ലെന്നാണോ? തൽക്കാലം ഗാഥ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കേ വേണ്ട. അവർക്കൊന്നും താല്പര്യമില്ലാതെ ഗാഥ ഇവിടെ വന്ന് കേറിക്കഴിഞ്ഞാ അത് പിന്നെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കണം.